നമ്മൾ ഈ പണി തീർന്നിട്ട് ഇപ്പം ആ കാശൊക്കെ ഇച്ചിരി കിട്ടും. ആ കാശൊക്കെ ചിലവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് പോയാൽ ഒഴിവാക്കി പോയാൽ ഞാൻ ആകെ വന്നിട്ട് അവരും വിറ്റു ഇവരും വിറ്റും. പിന്നെ ഞാൻ എവിടെ പോകാനാണ്? അതെ, തീർച്ചയായും നമുക്ക് വന്നിട്ട് വന്ന പിന്നെ നല്ല അന്തസ്സായിട്ട് നമ്മൾ ലാസ്റ്റ് വരെ നോക്കണം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഇവിടെ വന്നത് മുഹമ്മദ് റഫീഖ് എന്ന് പറഞ്ഞ ഇക്കാനെ കാണാനാണ്. ഇക്ക ഇസ്ലാമിലേക്ക് കൺവേർട്ടായി വന്നതാണ്. വേറെ ഒരു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവേർട്ടായി വന്നതാണ്. അപ്പോൾ ഇക്കാക്ക് പറ്റിയ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഇക്ക ഇപ്പോൾ തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നതും, തമിഴ്നാട്ടിലാണ് എല്ലാ വോട്ടും കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ തന്നെയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് സർവീസിലാണ്. കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചോദിക്കാം. നമ്മളിപ്പോൾ വീട്ടിലല്ല ഉള്ളത്, ഇവിടെ പുറത്താണ് ഉള്ളത്. വീട്ടിൽ പോയി അതിനുശേഷം നമ്മളൊരു ഇവിടത്തേക്ക് വന്നതാണ്. ഇക്ക അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ഇക്കാക്ക് ഭാര്യ ഉണ്ട്, മക്കളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ബന്ധവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ എന്നുള്ള ഇതിലാണ് ഉള്ളത്. അപ്പം ഇക്ക ഇസ്ലാമിലേക്ക് വന്ന അവർ വേറെ മതത്തിലും ഒക്കെയാണ്. അപ്പോൾ അവർ തന്നെ പറഞ്ഞതാണ് വേറെ വിവാഹം ചെയ്ത് അങ്ങനെ നിങ്ങളതിൽ തന്നെ മാറിക്കോ, വീട് മാറിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് ഇതാക്കിയതാണ് അല്ലേ? നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമില്ല, എവിടെ ആയാലും കുഴപ്പമില്ല. പക്ഷേ വന്നിട്ട് ഇവിടെ കോയമ്പത്തൂരിൽ വന്ന് താമസം ഇരിക്കണം. എനിക്ക് വന്നിട്ട് ജോലിയുണ്ട്. അതായത് ഒരു 3 വർഷം കൂടെ, ഇപ്പം 47 വയസ്സാണ് ഇക്കാക്കായത് അല്ലേ? ഒരു 50 വയസ്സ് വരെ ഗവൺമെൻറ് ജോലിയുണ്ട്. എന്ത് ജോലിയാണ്? നമ്മൾ ഡെങ്കും കൊറോണ നോക്കണതാണ്. ഈ ഡെങ്കിപ്പനി, കൊറോണ അതിനൊക്കെ ഉള്ള ഈ മരുന്നടിക്കലൊക്കെയാണ് വർക്ക്. ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ ഒരു 3 വർഷം കൂടെ ഇതുണ്ട്. അതുവരെ ഇവിടെ തന്നെ നിൽക്കണം. 2030 ഒഴിവാക്കും. 2030 വരെയാണ് ആ ജോലി. അതിനുശേഷം നമുക്ക് നാട്ടിൽ എവിടെയെങ്കിലും സെറ്റിൽ ആകുന്നതിനും കുഴപ്പമൊന്നുമില്ല അല്ലേ? കേരളത്തിൽ എവിടെയെങ്കിലും സെറ്റിൽ ആവാന്നുള്ള ഒരു ഐഡിയയും ഉണ്ട് അല്ലേ? അതെ. നിലവിൽ ആ ഭാര്യ ഡിവോഴ്സ് ആയിട്ടില്ല. അവർ പക്കാ തമിഴ് തന്നെയാണ് അല്ലേ? അവരെ ഞാനിപ്പോൾ കണ്ടിട്ടാണ് വരുന്നത്. വീട്ടിൽ പോയി കാണുകയൊക്കെ ചെയ്താണ്. അവർ കാര്യങ്ങൾ പറഞ്ഞാണ്. അവർക്ക് വേറെ വിവാഹം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞാണ്. പിന്നെ കാരണം അവർ അവരുടെ അതിൽ നിന്ന് മാറുക എന്നുള്ളത് അവർക്കും ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇക്കാക്കും രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവർ അങ്ങനെ നിൽക്കുമ്പോൾ ഇക്കാക്ക് അതിൻ്റെ ഒരു മാനസിക വിഷമമൊക്കെ കൊണ്ടാണ് അത് മാറുന്നത് കേട്ടോ. അപ്പോൾ കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് ഇത്ര പറയുന്നതെന്ന് വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കി വരുന്നൊരു പാർട്ണറിനെ കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അവരുടെ സാഹചര്യങ്ങൾക്കും കാര്യങ്ങൾക്കും അനുസരിച്ചുള്ള വധുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ലാസ്റ്റ് വരെ വന്നിട്ട് നമ്മൾ ഈ പൈസയുടെ കാര്യം കൊണ്ടുവന്നിട്ട് നമ്മൾ വിട്ടു പോകാതെ ഇരുന്നാൽ മതി. നമ്മൾ ഈ പണി തീർന്നിട്ട് ഇപ്പം ആ കാശൊക്കെ ഇച്ചിരി കിട്ടും. ആ കാശൊക്കെ ചിലവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് പോയാൽ ഒഴിവാക്കി പോയാൽ ഞാൻ ആകെ വന്നിട്ട് അവരും വിറ്റു ഇവരും വിറ്റും. പിന്നെ ഞാൻ എവിടെ പോകാനാണ്? അതെ, തീർച്ചയായും നമുക്ക് വന്നിട്ട് വന്ന പെണ്ണ് നല്ല അന്തസ്സായിട്ട് നമ്മൾ ലാസ്റ്റ് വരെ നോക്കണം. ആ പെണ്ണിനെ ഞാൻ ലാസ്റ്റ് വരെ സന്തോഷമായിട്ട് നോക്കും. പക്ഷേ നമുക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സ് തുറന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. മനസ്സ് തുറന്ന് പറയാണ്ട് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഏതായാലും ഓപ്പണായിട്ട് പറയണം. അത് ഓപ്പണായിട്ട് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള അനുസരിച്ച് പോകും. ഒക്കെ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇപ്പോഴുള്ള ഭാര്യയെ ഒഴിവാക്കി പുതിയ വിവാഹം ചെയ്ത് ആ ഭാര്യയും വിട്ടുപോയാൽ ഇവരും ഇല്ലാത്ത അവസ്ഥയിലൂടെ പോകുന്നുള്ളതാണ്. അപ്പോൾ ഇക്കാക്ക് ഇക്കാൻ്റെ ഇതിലേക്ക് അവർ ഇസ്ലാമിലേക്ക് വരണം അങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരാളെ നമുക്കങ്ങനെ നിർബന്ധിച്ച് ഇതല്ലല്ലോ, അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ. അങ്ങനെ ആരെയും നിർബന്ധിക്കാനും പാടില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഭാര്യയും മക്കളെല്ലാം അവരുടെ അതിൽ തന്നെ തുടരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇക്കാക്ക് വേറൊരു വിവാഹം കഴിക്കണം, ഇതേ ഇസ്ലാമിലുള്ള ഒരാളെ വിവാഹം കഴിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ മക്കളും എല്ലാവരും അതിന് ഭാര്യയൊക്കെ സപ്പോർട്ട്, ഓക്കെ നിങ്ങൾ വിവാഹം ചെയ്ത് വേറെ മാറിക്കോളൂ എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹം ചെയ്ത് ഇനിയിപ്പോൾ വേറെ ഒരു തനി വീട് കാര്യങ്ങൾ പോലെയെല്ലാം ഭാവിയിൽ ഒരു സെപ്പറേറ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇവരുടെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ അത് ചെയ്യണം എന്നുള്ള അങ്ങനെ മൈൻഡിലുണ്ട് കേട്ടോ. പിന്നെ ഈ മറ്റേ നല്ല അവർക്ക് വന്നിട്ട് എന്തെങ്കിലും സുഖമില്ല നമ്മളൊന്ന് കണ്ടിട്ട് വരാനായിട്ട് അതിലൊക്കെ ഒരു തട ഇല്ല. പാവല്ലേ, നമ്മൾ ഏതായാലും നമ്മളെ വന്ന് കെട്ടിച്ചതല്ലേ. നമ്മൾ വന്നിട്ട് ഏതെങ്കിലും ഒരു സുഖമില്ല, പിള്ളേർക്ക് എന്തെങ്കിലും വിവാഹങ്ങൾ മറ്റേതെങ്കിലും സുഖമില്ല, ആശുപത്രി കിടക്കണമെന്ന് ഒന്ന് നോക്കാൻ വേണ്ടി അച്ഛൻ വന്ന് കണ്ടില്ല എന്നൊക്കെ അതൊരു സങ്കടം ആകണ്ട.
അതെ. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഭാര്യ ആയാലും മക്കൾക്കായാലും എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇക്ക വരേണ്ട ഒരു അർജൻറ്റ് കേസ് വരുമ്പോൾ ഇവിടെ വരണം, അതിനൊരു എതിർപ്പ് പറയുന്ന ഒരു പെണ്ണാവരുത് വിവാഹം ചെയ്യുന്നത്. അത് കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു ജീവിതം മൊത്തം ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല ഇവർ മാറിപ്പോകുന്നത്, ഡിവോഴ്സ് ആവുന്നതൊക്കെ. അപ്പോൾ ഈ ബന്ധം ഡിവോഴ്സ് ചെയ്തിട്ട് തന്നെയല്ലേ വേറെ നോക്കുന്നത്? അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ട് വന്നതാണ്. പക്ഷേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവർ വിളിച്ചാൽ, ഒരു ഫോൺ കോൾ വിളിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു വന്ന് നോക്കിയിട്ട് പോകണമെന്നൊന്നും പ്രശ്നമില്ല. തീർച്ചയായും മനുഷ്യനല്ലേ, നമ്മൾ മനുഷ്യനല്ലേ. അപ്പോൾ നമ്മൾ പുറത്ത് ആരെങ്കിലും വീണ വന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞ് അവർ നമ്മൾ പൊക്കി നിർത്തുന്നതല്ലേ. അതുപോലത്തെ ഒരു മനസ്സിൽ നമുക്കൊരു സങ്കടം ഉണ്ടാകാൻ പാടില്ലല്ലേ. അത് ആരായാലും നമ്മൾ വന്നിട്ട് ഒരു നോക്കണം, ഇതൊന്നും തെറ്റില്ലല്ലേ. അത് വന്നിട്ട് ഒരു തടസ്സം വേണ്ട കേട്ടോ, അതൊന്ന് പറഞ്ഞേക്കണം കേൾക്കാം. തീർച്ചയായും അതൊക്കെ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. അതൊക്കെ അനുസരിച്ചുള്ള ഒരു ആലോചന തന്നെയാണ് വരിക. വേറെ ഒന്നും പറയാനില്ലല്ലോ. വേറെ ഒന്നും പറയാനില്ല. നമുക്ക് വന്നിട്ട് ഇതാണ് ലാസ്റ്റ് വരെ നമ്മൾ നോക്കണം. പിന്നെ കെട്ടിച്ചിട്ട് എത്ര വയസ്സ് വരെ നമുക്ക് നോക്കാം? 45 വരെ നോക്കാം. ഇക്കൊക്കെ 50 ആണ്, 45 വരെ നോക്കാം. ദൂരം കേരളത്തിലാണ് മെയിനായിട്ട്. പൈസ ഒരു കുഴപ്പമില്ല, പൈസ ഒരു കുഴപ്പമില്ല. ആവശ്യമുള്ളവർ നമുക്ക് വയസ്സ് നോക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ആരായാലും നമുക്ക് ഇഷ്ടമില്ല. അതെ, നമ്മൾ വയസ്സ് നോക്കിയിട്ടൊന്നും കെട്ടാറില്ല. തീർച്ചയായും. പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരിക. ബാക്കി നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ഇക്കൊക്കെ സാമ്പത്തിക ഭദ്രതയും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. നിങ്ങൾ കേരളത്തിൽ എവിടെയായിരുന്നു? കേരളത്തിൽ ആലുവയിലുണ്ടായി. ആലുവയിൽ അച്ഛൻ്റെ നാട് അവിടെയാണ് താമസം. അമ്മയുടെ നാട് കോയമ്പത്തൂരാണ്. അപ്പോൾ നമ്മൾ അമ്മേനെ കെട്ടിച്ച് ഇവിടെ വന്നപ്പോൾ ഒളിവാക്കി വന്നതാണ്, കേരളത്തിൽ ഒളിവാക്കി വന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ വിളിക്കും. അപ്പോൾ നമ്മൾ വന്നിട്ട് കല്യാണം കാര്യങ്ങൾ മറ്റേ എന്തെങ്കിലും മറുപ്പ് എന്തെങ്കിലും പോയിട്ട് അവരൊക്കെ നോക്കിയിട്ട് വരും. പിന്നെ അവിടെ ഒരു ബന്ധമില്ല, വീടും മറ്റേ സ്വത്തൊക്കെ അവിടെ ഒന്നും ഇല്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിലേക്ക് വന്നിട്ട് എത്രയായി? ഇവിടെ വന്നിട്ട് ഇസ്ലാത്തിൽ വന്നിട്ട് 3.5 കൊല്ലങ്ങളായി. 3.5 കൊല്ലം. പെട്ടെന്ന് അങ്ങനെ തോന്നി വന്നതാണോ? പെട്ടെന്ന് നമുക്ക് ആരും നിർബന്ധത്തിലും ഞാൻ വന്നില്ല. എനിക്ക് ഇസ്ലാത്തിൽ ഇഷ്ടമുണ്ടായി. നല്ല ഇസ്ലാത്തിലൂടെ ഒരു നിയമങ്ങൾ കറക്റ്റായിട്ടുണ്ടായി. അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ. കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് റഫീഖ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇക്ക മെയിനായിട്ട് 45 വയസ്സ് 46 വയസ്സൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം, ജോലീൻ്റെ റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം കേരളത്തിൽ തന്നെ നിൽക്കാൻ തന്നെയാണ് പ്ലാൻ. അവിടെ ഒരു വീട് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കാൻ തന്നെയാണ് പ്ലാന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ആദ്യത്തെ ഒരു 3 വർഷം ഇവിടെ എവിടെയെങ്കിലും കോയമ്പത്തൂർ തന്നെ സെപ്പറേറ്റ് ഒരു വീട് പോലെയൊക്കെ എടുത്ത് അങ്ങനെ നോക്കാം. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുള്ളീനെക്കുറിച്ച് അന്വേഷിക്കാം. ഇവിടെ വന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ട് മാത്രം മുമ്പോട്ട് വന്നാൽ മതി. നമ്മളെ വീഡിയോയിൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഇരുകൂട്ടർ നിങ്ങളും അതുപോലെ അന്വേഷിക്കണം കേട്ടോ. ഇക്ക വരുന്ന ആലോചന ഇരുകൂട്ടർ അന്വേഷിച്ച് മുമ്പോട്ട് വരിക. അപ്പോൾ അത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് കല്യാണം റെഡി ആവട്ടെ. അപ്പോൾ ആയിക്കോട്ടെ ഇക്ക, ശരി. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യട്ടോ. ഓക്കെ.